സൗകര്യം ഒരുക്കുന്നത് പോലെ, അവർക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത് പോലെ, അവർക്ക് വേണ്ടി വണ്ടി ഏർപ്പെടുത്തുന്നത് പോലെ സ്കൂളിലേക്ക് പോവാൻ എന്നതുപോലെ സാധ്യമെങ്കിൽ അവരുടെ സ്കിൽസ് ഐഡന്റിഫൈ ചെയ്യാൻ വരുന്ന അവരുടെ ആപ്റ്റിറ്റ്യൂഡും അവരുടെ ഇൻട്രസ്റ്റും അവരുടെ പേഴ്സണാലിറ്റി ടൈപ്പും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകൾ അവർക്ക് വേണ്ടി ഒരു 3000, 3500, 4000 കൊടുത്താൽ ചെയ്ത് അവരെ കുറിച്ച് അറിയാൻ പറ്റും. അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. എന്തുകൊണ്ടാണെന്നറിയോ? കഴിഞ്ഞ 2 കൊല്ലം ഞാൻ നിങ്ങളോട് പറയട്ടെ, 2 കൊല്ലം ഞാൻ കണ്ടതും കേട്ടതുമായ കുറച്ച് കാര്യങ്ങൾ. ഒരു 3 ആഴ്ച മുമ്പ് ഒരു പയ്യൻ എന്റെ ഓഫീസിൽ വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഞ്ഞെ നിനക്ക് നല്ല ഏജ് ഉണ്ടല്ലോ, ഒരു 10, 20, 22 വയസ്സുണ്ടല്ലോ. അവൻ പറഞ്ഞുണ്ട്, നീ ഡിഗ്രി പഠിക്കായിരിക്കുമല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഡിഗ്രി പഠിക്കുകയാണ്. പിന്നെന്തിനാ നീ ഇപ്പൊ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്നത്? അപ്പൊ അവനോട്, ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സ് എനിക്ക് പറ്റിയതാണെന്ന് ഉറപ്പൊന്നുമില്ല. ഞാൻ ചെന്നത് നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം പഠിച്ചോണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നല്ല, പാഷൻ തോന്നല്ല. ഞാൻ ചോദിച്ചപ്പോ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ? ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS സെക്കൻഡ് ഇയർ, MBBS സെക്കൻഡ് ഇയർ 176ാമത്തെ റാങ്ക് വാങ്ങിയ ആളാ. കേരളത്തിൽ 176ാമത്തെ റാങ്ക് വെറുതെ കിട്ടുന്നില്ല. അത് ഫസ്റ്റ് അപ്പിയറൻസിൽ 176ാം റാങ്ക് MBBS മാത്രമല്ല, IIT മദ്രാസ് IIT കിട്ടും അവന്റെ JEE റാങ്ക്, ഐസറിൽ കിട്ടും അവന്റെ JEE റാങ്ക് വെച്ചുകൊണ്ട്. ഈ 2 സാധനങ്ങൾ അങ്ങനെ ഒന്ന് ആലോചിക്കുക. ഐസറും കിട്ടി, IITയും കിട്ടി, MBBS കിട്ടിയാൽ നമ്മുടെ പിള്ളേരും നമ്മുടെ പാരന്റ്സും പറയുന്നത് എന്തായിരിക്കും? കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാധനമാണ് ഏത്? MBBS. എന്നാ പിന്നെ MBBS എടുക്കും. വെറുതെ കളയണ്ടല്ലോ. നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. വെറുതെ കളയണ്ട. ഇവന് പറ്റിയത് എന്താണെന്നല്ല നമ്മൾ സെലക്ട് ചെയ്യാം. ഇവന് പറ്റിയത് എന്താണെന്നല്ല സെലക്ട് ചെയ്യുക. നമ്മുടെ സെലക്ഷൻ സ്റ്റൈലും അങ്ങനല്ലേ? നമ്മുടെ കുട്ടികൾ വന്ന് ചോദിക്കുന്നത് എന്താ? ഏറ്റവും ഡിമാൻഡുള്ള കോഴ്സ് വേണമെന്നാ പറയാ. ഏറ്റവും ഡിമാൻഡ് ഉള്ളത്, ഏറ്റവും സാധ്യത ഉള്ളത്, ഏറ്റവും സാധ്യത ഉള്ളത് അങ്ങ് മുൻകടന്ന് അതിര് കടന്നു പോയാൽ എന്താ പറയാ? സർ, നല്ലൊരു കോഴ്സ് വേണം. നല്ല കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 3.5 ലക്ഷം രൂപ സാലറി കിട്ടുന്ന കോഴ്സ്. ഇപ്പൊ ഞാനിങ്ങനെ അൽമാരയിൽ എടുത്തു വെച്ചേക്കണം 3.5 ലക്ഷത്തിന്റെ, 5 ലക്ഷത്തിന്റെ, 6 ലക്ഷത്തിന്റെ. അതൊക്കെ സഹിക്കുക. ഒരുത്തം വന്നിട്ട് എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു, സർ നല്ലൊരു കോഴ്സ് വേണം. നല്ല കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നും പഠിക്കാനുണ്ടാവരുത്, ഒന്നും പഠിക്കാനില്ലാത്ത കോഴ്സ്. അതൊക്കെ സഹിക്കാം. നല്ല രസകരമാണ് സെലക്ഷന്റെ സ്റ്റൈലുകൾ അല്ലേ? നോക്ക്, ഈ പയ്യനെടുത്തു, MBBS എടുത്തു, അവന് താല്പര്യമേ ഇല്ല. ഇങ്ങനത്തെ ഒരു 100 കണക്കിന് കേസുകളാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വന്നുകൊണ്ടിരിക്കുന്നത്. കോഴ്സിലെത്തി മെനക്കെട്ട് കഷ്ടപ്പെട്ട് പഠിച്ചു തുടങ്ങുമ്പോൾ പറ്റില്ല എന്നുള്ള തോന്നൽ. മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് ഫാക്കൽറ്റി വിളിച്ചിട്ട്, അവിടുത്തെ ടീം വിളിച്ചിട്ട് ക്ലാസ് എടുക്കാൻ പോയി നഴ്സിംഗുകാർക്ക്. നഴ്സിംഗ് നല്ല ഡിമാൻഡുള്ള കത്തി നിൽക്കുന്ന കരിയറാണെന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ കേട്ടോ. ക്ലാസ് എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ, ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ടീം എന്ത് ചെയ്തു? ഞാൻ അവരോട് നിങ്ങൾ സംശയം ചോദിച്ചോളാൻ പറഞ്ഞു. സംശയം ചോദിക്കാൻ പറഞ്ഞപ്പോൾ കുറെ കുട്ടികൾ പേപ്പറിൽ എനിക്ക് എഴുതി തന്നു, കത്ത് എഴുതി തന്നു. ഒരു 10-12 കുട്ടികൾ, 10-12 കുട്ടികൾ എഴുതി തന്നവർക്ക് നഴ്സിംഗിൽ തുടരാൻ താല്പര്യമില്ല. അതിലൊരു കുട്ടി എന്നോട് പറഞ്ഞത്, എനിക്ക് ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? കാണണം, പോണതിന് മുമ്പ് കാണണം. ഞാൻ പറഞ്ഞു, നീ ഓഫീസിലേക്ക്, കോഴിക്കോട് എന്റെ ഓഫീസിലേക്ക് വാ. പറഞ്ഞു, പറ്റൂല, ഞാൻ ഭയങ്കര പ്രശ്നത്തില, എനിക്ക് നിങ്ങളെ ഇപ്പൊ തന്നെ കാണണം, ഇപ്പൊ തന്നെ കാണണമെന്ന് പറഞ്ഞു. ഓഫീസിൽ ഞാൻ പ്രിൻസിപ്പലിന്റെ റൂമിൽ ഇരിക്കുമ്പോ ഞാൻ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അവിടെ വന്ന കുട്ടി എന്നോട് പറഞ്ഞത്, എനിക്ക് ഭയങ്കര അറപ്പാണെന്ന് പറഞ്ഞു. എന്റെ മുഖത്ത് നോക്കിയിട്ട് നഴ്സിംഗ് അറപ്പാണെന്നാണ് പറഞ്ഞത്. നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. BDS മംഗലാപുരത്ത് നിന്ന് കഴിഞ്ഞ 3 പേര് കഴിഞ്ഞ വ്യാഴാഴ്ച ഓഫീസിൽ വന്നു. 3 കുട്ടികൾ. അതിലൊരു കുട്ടി എന്നോട് പറഞ്ഞ്, നാട്ടുകാരുടെ വായിൽ കൈയിടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. നമുക്ക് ഭയങ്കര രസകരമാണ് നമ്മളുടെ കരിയർ ചോയ്സസിന്റെയും ഗതികൾ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പറ്റുമെങ്കിൽ എന്ത് ചെയ്യാം? കുട്ടികളുടെ സ്കിൽസ് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും നല്ല ചോയ്സിലേക്ക് എത്താൻ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ, ഒരുപാട് കരിയറുകൾ, ഒരുപാട് പുതിയ മേഖലകൾ വരുന്ന കാലഘട്ടത്തിൽ അതെന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത്തത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഇരിക്കുന്ന പാരന്റ്സ് ഒക്കെ ഒന്ന് ആലോചിക്കും. മക്കളോട് 10ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും ചോദിക്കൂലേ? ചോദിച്ചിട്ടുണ്ടോ ആരെങ്കിലും? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചോദിച്ചോ? എന്താ ചോദിച്ചത്? കുഞ്ഞെ 10ാം ക്ലാസ് ഒക്കെ കഴിയല്ലേ, എന്താ എടുക്കാന്ന് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? അധ്യാപകരില്ലേ ഈ കൂട്ടത്തിൽ? അധ്യാപകരുണ്ടാവും. അധ്യാപകർ ക്ലാസ്സൊക്കെ 10ാം ക്ലാസ്സൊക്കെ തീരാനാവുമ്പോ കുട്ടികളോട് ചോദിക്കൂലേ? ക്ലാസ് കഴിയുമ്പോ പാരന്റ്സ് ചോദിക്കില്ലേ, കുഞ്ഞെ എന്താ നിന്റെ അടുത്ത പ്ലാൻ? എന്തെങ്കിലും ഒന്ന് എടുക്കണ്ടേ? ഏതാണ് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളത്? എല്ലാം ഇൻട്രസ്റ്റ് ഉണ്ട്.
എന്നാ മാർക്ക് കൂടുതലുള്ള കെമിസ്ട്രി ആയാലോ ആയിക്കോട്ടെ. എന്ത് താളാത്മകം എന്നറിയോ? നമ്മൾ തന്നെ കൺഫ്യൂഷനായി പോകും. നമ്മുടെ മക്കളുടെ 72% സ്വന്തമായിട്ട് കരിയർ ചോയ്സസ് ഇല്ലാത്തടുത്ത് അവരെന്ത് ചെയ്യും? മറ്റുള്ളവരുടെ കരിയർ ചോയ്സസിലേക്ക് പോകും. ഒരുത്തം വന്നിട്ട് പറഞ്ഞു എന്നോട് ഞാൻ ബാംഗ്ലൂർക്ക് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നന്നായി, വൃന്ദാവനം കണ്ടോളാൻ പറഞ്ഞു. അപ്പൊ എന്നെ കാണാൻ പോകല്ല, ഞാൻ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്ത് പഠിക്കാൻ? BBA പഠിക്കാൻ. ഞാൻ ചോദിച്ചു BBA പഠിക്കാൻ നീ എന്തിനാ അങ്ങോട്ട് പോകണമെന്ന്? ഇവിടെ തന്നെ ഇല്ലേ? അത് നമ്മള് കമ്പനിക്കാരെല്ലാം കൂടി പോകുമ്പോ ബോറടിക്കൂലല്ലോ. ചങ്ങായി ബോറടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് പോണത്, BBAക്ക് പോണത്, ബാംഗ്ലൂർക്ക് പോണത്. ഒരുത്തം പറഞ്ഞു ബാംഗ്ലൂർക്ക് പോണത് എന്തിനാ? ഇംഗ്ലീഷ് പഠിക്കാൻ. ഇംഗ്ലീഷ് പഠിക്കാനാ? എനിക്ക് ദയവ് ചെയ്ത് മലപ്പുറത്തെ കുട്ടികളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ ഇനി ഇംഗ്ലീഷ് പഠിക്കാൻ കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും പോകരുത് പ്ലീസ്. ആ പാവങ്ങൾ അവിടെ ജീവിച്ചോട്ടെ. ഇവിടുന്ന് പോണ മഹാന്മാർ അവിടെ ചെന്ന് ഇംഗ്ലീഷ് പഠിക്കുന്നതിന് പകരം നാട്ടുകാരെ മുഴുവൻ ഓടിച്ചിട്ട് മലയാളം പഠിപ്പിക്കുക. 2 കൊല്ലം കൂടി കഴിഞ്ഞാൽ കർണാടകയും തമിഴ്നാടും കേരളത്തിലോട്ട് ലയിച്ച് വിശാല കേരളമായി മാറും. ആ പോക്കാ പോണത്. ഏകദേശം 60% ആളുകൾക്ക് മലയാളം അറിയാപ്പ. ഭയങ്കര സംഭവം. ആളുകളുടെ കരിയർ ചോയ്സസിന്റെ സ്റ്റൈലാണ് ഇംഗ്ലീഷ് പഠിക്കാൻ പോവുക, അതല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ടി പോവുക. പിന്നെ കേൾക്കാൻ നല്ല രസമുള്ളൊരു കോഴ്സ് ഉണ്ട്. ഒരുത്തം വന്നിട്ട് പറഞ്ഞ് എനിക്ക് ഡോറിന്റെ അടുത്തെത്തിയപ്പോ എന്നോട് പറഞ്ഞേ ഇങ്ങനെ കയറുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞ എഞ്ചിനീയറിംഗ് വേണ്ട, മെഡിസിനും വേണ്ട. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിന്റെ പേര് പോലും അറിയില്ല. നിങ്ങൾ വാ, നമുക്ക് സമാധാനത്തിൽ ആലോചിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. നീ ഇപ്പൊ തന്നെ തിരിച്ചു പോകുന്നു വെച്ചാൽ അവിടെ തന്നെ ഇല്ല നമ്മൾ വരാൻ പറഞ്ഞു. ഞാൻ ചെന്തതിന്റെ പ്രശ്നം. അവൻ പറഞ്ഞു എല്ലാരും ആദ്യം കണ്ടാൽ ചോദിക്കണ വർത്താനം എന്താ? എഞ്ചിനീയറിംഗ് ആണോ മെഡിസിൻ ആണോ? ഞാൻ പറഞ്ഞു അതൊക്കെ പഴയതല്ലേ, ഇപ്പൊ പോയില്ലേ? അങ്ങനൊന്നുമില്ല, എല്ലാരും ചോദിക്കണത്. ഇപ്പൊ നിന്റെ ആഗ്രഹം എന്താ? എന്നോട് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഡിഫറെന്റ് ആയ ഒരു കോഴ്സ് എടുക്കണം. ഡിഫറെന്റ് ആയ കോഴ്സ് എന്ന് പറഞ്ഞാൽ ആരും എടുക്കാത്ത കോഴ്സ് ആയിരിക്കണം. ആരും എടുക്കാത്ത കോഴ്സ്. ഞാൻ ഇവന് വേണ്ടി ആരും എടുക്കാത്ത കോഴ്സ് എന്ത് ചെയ്യണം? ഉണ്ടാക്കാൻ നടക്കണം. ഞാൻ ചോദിച്ചു നീ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ചോദിച്ചു ഫിസിക്സ് എടുത്താലോ? ഫിസിക്സ് വേണം. കെമിസ്ട്രി, സുവോളജി, മാത്സ്. ഞാൻ വെച്ചാൽ എന്താ കുഴപ്പമെന്താ ഇതിനൊക്കെ? ഫിസിക്സ് കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞൊരു പഞ്ച്. ഞാൻ ചോദിച്ചെന്നാ പിന്നെ ഇലക്ട്രോ മൈക്രോ ബയോളജിക്കൽ ഫിസിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് സോഷ്യോളജി ആയാലോ? അടിപൊളി. എന്തൊരു മൊഞ്ച സംഗതി. പഞ്ചില്ലെങ്കിലും മൊഞ്ചുള്ളതാണ് നിങ്ങൾ പറഞ്ഞ കോഴ്സ്. ഇവിടെ നഴ്സിംഗ് പറഞ്ഞാൽ എല്ലാരും എടുക്കണമല്ലേ? ഒരു ക്ലിനിക്കൽ പെർഫ്യൂഷൻ ടെക്നോളജി എന്നൊക്കെ പറയുമ്പോൾ തന്നെ കാറ്റിന്റെ ഒരു പോക്കുണ്ട്. എന്തൊരു തള്ളല. അടിപൊളി. കാർഡിയാക് വാസ്കുലർ ടെക്നോളജി എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു റൗ ഫീലിംഗ് ആയിരിക്കും അല്ലേ? അതുകൊണ്ട് അങ്ങനത്തെ കോഴ്സുകൾ ആരും എടുക്കാത്ത കോഴ്സ്. നമ്മുടെ കോഴ്സ് സ്റ്റൈലുകളെ എന്ത് ചെയ്യണം? മാറണം. നോക്ക്, ഞാൻ കോതമംഗലത്ത് ക്ലാസ്സിന് പോയതാ, വലിയൊരു ടീമിന്റെ. കുറെ പിള്ളേരുണ്ട്, ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക ഓഡിറ്റോറിയം. അപ്പൊ ഞാൻ ഈ കൂട്ടത്തില് ക്ലാസ് ഒക്കെ എടുത്ത് ഇങ്ങനെ കുറെ എത്തിയപ്പോ ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ കരിയർ ഫിക്സ് ചെയ്ത് എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. ഒരു 10-25 പേര് കൈപൊക്കി. ആ കൂട്ടത്തിൽ ഒരുത്തനെ ഞാൻ ശ്രദ്ധിച്ചു. അവൻ 2 കൈയും പൊക്കിയത് മാത്രമല്ല, സൗകര്യം കിട്ടിയതെങ്കിൽ അവന് കാലും പൊക്കിയാണ്. ആവേശം കയറിയിട്ട് ഈ ചെറുക്കൻ എന്താ പറയേണ്ടത്? എന്റെ ശ്രദ്ധ ക്ഷണിക്കണം. എന്നോട് അവന് സംസാരിക്കണം എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവൻ എന്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി കളിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ അവനോട് വെച്ച് അവനെ പിടിച്ച് ഞാൻ ചോദിച്ചു നിന്റെ പ്ലാൻ എന്താണെന്ന് വെച്ചു. അവൻ പറഞ്ഞു എനിക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ആവണം. കൂട്ടച്ചിരിയായി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ. പാവപ്പെട്ട ഒരു പയ്യനാ. 1000ന്റെ നോട്ടൊക്കെ ആണ്ടിലും കൊല്ലത്തിലും ഒരിക്കലും കണ്ടാലായി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ആയാൽ പെട്ടിക്കണക്കിന് കറൻസി കാണാൻ എന്ന ആഗ്രഹമായിരിക്കുമല്ലേ എന്ന് ഞാൻ തമാശ പറഞ്ഞതാ. ആ ചെറുക്കന് തമാശ ഇഷ്ടായില്ല. അവൻ പറഞ്ഞ അതൊന്നുമല്ല. പിന്നെന്താ? ഒരു 10-30 കൊല്ലം കഴിഞ്ഞാൽ, നോക്ക്, 10-30 കൊല്ലം കഴിഞ്ഞാൽ നാട്ടിൽ സകലരും ഉപയോഗിക്കുന്ന കറൻസിയിൽ എന്റെ സിഗ്നേച്ചർ ആയിരിക്കും. ഒളിച്ച് അവൻ എന്നോട് എന്റെ കൂടെ പഠിക്കുന്ന ഫസ്റ്റ് റാങ്കർമാരുണ്ട്, അവന്മാർക്കൊരു പണിയുള്ളൂ. അവന്മാരൊക്കെ ഉപയോഗിക്കുന്ന കറൻസിയിൽ എന്റെ സിഗ്നേച്ചർ ആയിരിക്കും. എന്റെ ഉപ്പാക്കും ഉമ്മാക്കും എനിക്കൊരു ഫീലിംഗ് ഉണ്ട്, ഞാൻ അത്ര നല്ല കുട്ടിയല്ല, ബുദ്ധിയൊന്നുമില്ലാന്ന്. അവർക്ക് മനസ്സിലാക്കണം. എന്റെ ഒരു സാറുണ്ട്, വലിയ ഇടങ്ങാറ, എപ്പോഴും കളിയാക്കും. മൂപ്പർക്കിട്ടൊരു പണി ഞാൻ കൊടുക്കും. ഞാൻ ചെന്ത നീ ഉദ്ദേശിച്ചത്, ഞാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ആയാലും എന്റെ സെക്രട്ടറിനെ വിളിച്ചിട്ട് ഞാൻ പറയും എന്റെ സ്കൂളിൽ വിളിച്ചിട്ട് ഒരു പരിപാടി സംഘടിപ്പിക്കാൻ പറയും. എന്നിട്ട് പ്രത്യേകം പറയും
പേര് കൊടുത്തിട്ട് ആ സാറിനെ കൊണ്ട് സ്വാഗതം പറയിപ്പിക്കണം എന്ന് പറയും. അടിപൊളി. അവന്റെ സ്വപ്നം ആലോചിച്ച് നോക്കി, എന്നെ തമാശാകുന്ന മണ്ടൻ എന്ന് വിളിക്കുന്ന പൊട്ടൻ എന്ന് വിളിക്കുന്ന സാറിനെ കൊണ്ട് എന്നെ കുറിച്ച് ഞാൻ വാനോളം വാഴ്ത്തി പാടിക്കും. അതിങ്ങനെ കണ്ടു നിൽക്കുമ്പോ ഒരു രോമാഞ്ചം ഉണ്ടാവും. സാറേ, അതാണ് എന്റെ ആഗ്രഹം. അപ്പൊ ഞാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ആവാൻ നീ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ആവുമ്പോ എനിക്ക് IAS നേടും ഞങ്ങളുടെ റിസർവ് ബാങ്ക്. IAS നിർബന്ധമൊന്നുമില്ല, മാൻഡേറ്ററി അല്ല, അത് പണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനൊന്നുമില്ല. IAS ഇല്ലെങ്കിലും സിവിൽ സർവീസ് കിട്ടിയില്ലെങ്കിലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ആവാമല്ലോ. അപ്പൊ അത് എനിക്കറിയാം. പിന്നെ നീ എന്തിനാ അത് പറഞ്ഞത്? അതാകുമ്പോ സുഖമാണ്, പെട്ടെന്ന് കിട്ടും. അപ്പൊ ഞാൻ IAS കിട്ടിയില്ലെങ്കിലോ? ആവുമ്പോ എനിക്ക് IAS കിട്ടിയില്ലെങ്കിൽ ഞാൻ രഘുറാം രാജനെ പോലെ മാനേജ്മെന്റിൽ PhD എടുത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ആകുന്ന അത്ര സ്വാധീനം ഉണ്ടാകും. കൊള്ളാം. അല്ലെങ്കിൽ ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെ മുൻ പ്രധാനമന്ത്രി ഇല്ലേ, അങ്ങനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ആയിരുന്ന അയാളെ പോലെ ഞാൻ എന്ത് ചെയ്യും? ഇക്കണോമിക്സിൽ PhD എടുത്തിട്ട് വരും. അവന്റെ കരിയർ പ്ലാൻ നോക്കിയേ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ, IAS, PhD ഇക്കണോമിക്സിൽ അല്ലെങ്കിൽ മാനേജ്മെന്റിൽ അല്ലേ. അതിനു മുമ്പ് ഞാൻ MA ഇക്കണോമിക്സ് അല്ലെങ്കിൽ MBA ചെയ്യും. അതിനു മുമ്പ് ഞാൻ BA ഇക്കണോമിക്സ് ചെയ്യും അല്ലെങ്കിൽ BTech ചെയ്യും. അതിനു മുമ്പ് ഞാൻ +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് ചെയ്യും. അതിൽ എനിക്ക് വേണ്ടത്. അപ്പൊ കരിയർ പ്ലാൻ ചെയ്തത് എങ്ങനെയാ? ഇവിടുന്ന് അങ്ങോട്ടാ അല്ല, അവസാനത്തിൽ നിന്ന് ആദ്യത്തിലേക്ക് അല്ലേ. അവന്റെ കരിയർ പ്ലാനിങ്ങിന്റെ സ്റ്റൈല് കണ്ടോ നിങ്ങള്? 10 കൊല്ലം 30 കൊല്ലം കഴിഞ്ഞിട്ട് എന്താവണം എന്നത് നിങ്ങളുടെ പൊസിഷൻ എന്തായിരിക്കണം, നിങ്ങൾ ഉപയോഗിക്കുന്ന കാറ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രസ് കോഡ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഓഫീസ്, ഇതിനെ കുറിച്ചൊക്കെ സ്വപ്നം കാണുന്ന ഒരു കുട്ടി 10-30 കൊല്ലം കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന ഒരു പൊസിഷൻ സ്വപ്നം കണ്ടിട്ട് അതിൽ നിന്ന് താഴേക്കാണ് എന്ത് ചെയ്തത്? +2 കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് PG. അങ്ങനല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ബാക്ക്വേർഡ് കരിയർ പ്ലാനിംഗ് എന്ന് അതിനെ പറയാം. ബാക്ക്വേർഡ് കരിയർ പ്ലാനിംഗ്. 30 കൊല്ലം 15 കൊല്ലം 20 കൊല്ലം കഴിഞ്ഞിട്ട് എന്താവും എന്ന് ആലോചിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്? എന്നെ ധാർമ്മികതയും കൊണ്ട് സ്വർഗവും നരകവും കൊണ്ടൊന്നും വന്ന് എന്നെ തോൽപ്പിക്കാൻ നിൽക്കരുത്. പഠിച്ചോനെ സാറെ നിങ്ങൾ എന്ത് പറഞ്ഞാൽ പറഞ്ഞു, മനുഷ്യന്മാർക്ക് വല്ല ഗ്യാരണ്ടി ഉണ്ടാ? അല്ലല്ലോ. 50 കൊല്ലം ജീവിക്കുമെന്ന സ്വപ്നത്തോടുകൂടി എന്ത് ചെയ്യണം? സ്വപ്നം കാണണം അല്ലേ. അല്ലെങ്കിൽ നാളെ തന്നെ ഈ നിമിഷം ഇപ്പൊ മരിച്ചു പോകുമെന്ന ആശങ്കയോടെ കർമ്മങ്ങൾ എന്ത് ചെയ്യണം? തയ്യാറാക്കി വെക്കണം എന്നാ നമ്മളൊക്കെ പഠിക്കേണ്ടതും പഠിച്ചതും. അതുകൊണ്ട് സ്വപ്നം കാണാം നമുക്ക്. അങ്ങനെ കരിയർ പ്ലാനിങ് ഉണ്ടാക്കണം കേട്ടോ. അതോടൊപ്പം എന്ത് ചെയ്യണം? ഫ്യൂഷൻ കരിയേഴ്സ്, ഓരോ മേഖലയും രസകരമായ ഓപ്ഷൻ. ഫാർമസി പഠിച്ചാൽ ഫാർമസിസ്റ്റ് ആവല് മാത്രമല്ല, നഴ്സിംഗ് പഠിച്ചാൽ നഴ്സ് ആവല് മാത്രമല്ല, MBBS പഠിച്ചാൽ പ്രാക്ടീസിങ് ഫിസിഷ്യൻ ആവല് മാത്രമല്ല, രസകരമായ ഒരുപാട് ഓപ്ഷൻസിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വരാം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ എടുത്ത കോഴ്സ് തെറ്റാണ് എന്നെങ്ങാനും തോന്നിയാൽ അവിടെ വെച്ച് അവസാനിപ്പിക്കരുത്, ദയവ് ചെയ്ത്. കാരണം നിങ്ങളൊക്കെ എടുക്കാൻ പോകുന്ന എടുത്ത കോഴ്സുകൾക്കൊക്കെ ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട്, ഒരുപാട് ഓപ്പണിങ്സ്. ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. എന്നൊരു കുട്ടി, അരീക്കോട്ടുകാരത്തെ ഒരു കുട്ടി വിളിച്ചു വരണം. അരീക്കോട്ടുകാരത്തി വിളിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ്. ഞാൻ എന്താണ് നിന്റെ പ്രശ്നം? ഞാനിപ്പോ MGIMS എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, മഹാത്മാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, വാർധ, അവിടെ MBBS പഠിക്കുക. എനിക്ക് MBBS കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ ചെന്തു പറ്റും, ഭയങ്കര ബോറാണ് സംഗതി. ഫസ്റ്റ് അപ്പിയറൻസിൽ എനിക്ക് കിട്ടിയതാണ്, ജോയിൻ ചെയ്യുകയും ചെയ്തു. ആദ്യത്തെ ഒരു 4-5 മാസം വലിയ കുഴപ്പമുണ്ടാവും. പിന്നെ എനിക്ക് തീരെ പറ്റണില്ല. ഞാൻ ചോദിച്ചു, എന്നിട്ട് ഇപ്പൊ നിന്റെ പ്ലാൻ എന്താ? ഞാൻ ഇതങ്ങ് ഒഴിവാക്കിയാലോ? ഞാൻ ഇത് ഒഴിവാക്കിയിട്ട് നിന്റെ പ്ലാൻ എന്താ? ഞാൻ മാത്സ് പഠിക്കുകയും എഞ്ചിനീയറിംഗ് പഠിക്കുകയും ചെയ്യും. അതെന്തിനാ? അവൾ പറഞ്ഞു, എനിക്ക് ടെക്നോളജിയോട് താല്പര്യമുണ്ട്, ടെക്നോളജിയോട്. അപ്പൊ നീ എന്താ ആദ്യം പറയാഞ്ഞത്? അത് വാപ്പക്ക് ഇഷ്ടം ഞാൻ ഡോക്ടർ ആവണം എന്നായിരുന്നു. എന്നെ കുറിച്ച് മൂപ്പർക്ക് അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. ഞാൻ വെച്ചാൽ നിന്നെ കുറിച്ച് ഇങ്ങനെ ഒരു സങ്കല്പം വാപ്പ വെച്ചെന്തിനാ? അത് വീട്ടിൽ വേറെ എല്ലാവരും എഞ്ചിനീയറും ഫാർമസിസ്റ്റ് ഒക്കെയാണ്, ഡോക്ടർ ഇല്ല. ഉണ്ട്, ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ട്, മൂപ്പര് ആ വഴിക്ക് പോവാറുമില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് അലോപ്പതി ഡോക്ടർ ആവണം മൂപ്പര് സ്വപ്നം കണ്ടപ്പോ ഞാൻ എന്ത് ചെയ്ത് അങ്ങ് ആയി. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് വേണ്ടിയില്ലായിരുന്നു. ഇപ്പൊ എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞ കുഞ്ഞ് നീ